തൃശൂർ പൂര വിളംബരത്തിനായി നെയ്തലക്കാവിലമ്മ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത്. വടക്കുംനാഥനെ വണങ്ങിയ ശേഷം തെക്കേ ഗോപുര നട തുറന്ന് നെയ്തലക്കാവിലമ്മ ശ്രീമൂലസ്ഥാനത്തെത്തുന്നതോടെ പൂരാഘോഷങ്ങൾക്ക് തുടക്കമാകും. നെയ്തലക്കാവിലമ്മ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കിഴക്കോട്ടൂർ അനിയന്മാരുടെ പ്രാമാണിത്വത്തിൽ നടക്കുന്ന പഞ്ചവാദ്യത്തോടുകൂടിയാണ് നെയ്തലക്കാവിലമ്മയെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത്. അതിനുശേഷം വടക്കേ നടവഴി വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുര നട വഴി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് പൂരവിളംബരം എന്ന് പറയുന്ന ചടങ്ങ്. അതിനുശേഷം വീണ്ടും വടക്കേ നടയിലെത്തി ഇവിടെ ശ്രീമൂലസ്ഥാനത്തുള്ള നിലപാട് തറയിലെത്തി ശംഖ് വിളിക്കുന്നതോടുകൂടി 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഐതിഹ്യം. രാവിലെ 8:15 കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെട്ടത്. ഏകദേശം ഒരു 11 മണിയോടുകൂടി ഒരു 12:30 എറണാകുളം ശിവകുമാർ ഇങ്ങോട്ടേക്ക്, അതായത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലേക്ക് എത്തി. ഇപ്പോൾ മേളം പുരോഗമിക്കുകയാണ്. ഇതിനുശേഷമാണ് ഇവിടെ നിന്ന് വടക്കേ നട വഴി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് നെയ്തലക്കാവിലമ്മ പ്രവേശിക്കുക. അതിനുശേഷം 1 വർഷമായി അടഞ്ഞുകിടക്കുന്ന തെക്കേ ഗോപുര നട തള്ളിത്തുറന്ന് നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് വരുന്നതോടുകൂടി പൂര ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 8 ഘടകപൂരങ്ങളാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് കണിമംഗലം ശാസ്താവാണ്. കണിമംഗലം ശാസ്താവിന് വഴി തുറക്കുക എന്നുള്ളതാണ് തെക്കേ ഗോപുര നട വഴി തുറന്നിടുന്നത് വഴിയുള്ള ഒരു ഐതിഹ്യമായി കണക്കാക്കുന്നത്. അതിന് പിന്നാലെ നാളെ രാവിലെ മറ്റു പൂരങ്ങളൊക്കെ എത്തും. ആ പൂരങ്ങളെല്ലാം തെക്കുംകാട് മൈതാനിയിലേക്ക് എത്തുന്നതോടുകൂടി തൃശൂർ പൂരത്തിന്റെ ഔദ്യോഗിക ആഘോഷ പരിപാടികൾ തുടങ്ങും. പിന്നീട് ഇലഞ്ഞിത്തറയും അതോടൊപ്പം പാണ്ടിമേളവും എല്ലാം പൊട്ടിക്കേറുന്നത് നമ്മൾ കാണും.